മയ്യത്തിനോട് ഏറ്റവും അധികം ബന്ധം ആർക്കാണോ അതുപോലെ തന്നെ ഏറ്റവും അധികം മയ്യത്തിന് ശേഷം ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കാനും അർഹരാരാണോ അവർക്ക് കൂടുതൽ അവകാശം അല്ലാഹു തആല, അവകാശം എന്ന് പറഞ്ഞാൽ തോതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കൂടുതൽ തോത് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും അതിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ബന്ധം വേണം. കാരണം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പൊ നമ്മളൊക്കെ ഈ രാജ്യത്ത് വന്നു, ഇപ്പൊ നിങ്ങൾ കുവൈത്തിൽ വന്ന് തൊഴിലെടുക്കുന്നു. എന്തിനാണ് തൊഴിലെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ ബന്ധുക്കൾ അവരൊരിക്കലും കഷ്ടപ്പെടരുത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടായതുകൊണ്ടാണ്. വെറും നമ്മുടെ സ്വന്തം കാര്യമല്ല. ജനിച്ച നമ്മളെ രാജ്യത്ത് ഇപ്പൊ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. ഓരോരുത്തരും അവയുടെ ജീവിതാവശ്യത്തിന് വേണ്ടത് അവർ സ്വയം സമ്പാദിക്കുകയാണ്. ഒരു കാക്ക ഒരിക്കലും തന്റെ കുട്ടിക്ക് വേണ്ടി എടുത്തേക്കുന്നില്ല. ആ കുട്ടി ചിറക് വെച്ച് പറക്കുന്ന കാലഘട്ടം വരെ നൈസർഗികമായി ആ കാക്കക്കുഞ്ഞിന്റെ കൊക്കിൽ വിട്ടുകൊടുക്കേണ്ട ഭക്ഷണപദാർത്ഥം അവർ കൊണ്ടുകൊടുക്കുന്നു. ഒരു തള്ളക്കോഴി അതിന്റെ മുട്ട വിരിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അരിയുടെ കമ്പ് എന്ന് നമ്മൾ പറയുന്ന ചെറിയ തരികൾ പൊത്തിപ്പെറുക്കി കൊടുക്കുന്നു. പക്ഷെ അവക്കും ചിറക് വെച്ച് അവ സ്വയം പര്യാപ്തമാവുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് എന്റെ കുട്ടികളാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഈ തള്ളക്കോഴിക്ക് ഉണ്ടാവുകയില്ല, ഈ കാക്ക എന്ന് പറയുന്ന പക്ഷിക്കും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണല്ലോ പശുക്കൾക്കും എല്ലാ ജന്തുക്കളുടെയും സ്ഥിതി അങ്ങനെയാണ്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ അവന്റെ ബന്ധങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു എ എന്ന പുരുഷനും ബി എന്ന ഒരു പെണ്ണും തമ്മിൽ ഉള്ള ആദ്യത്തെ അവരുടെ കുടുംബ ബന്ധത്തിന് ശേഷം സി എന്ന ഒരു കുട്ടി അവർക്ക് പിറക്കുന്നതോടുകൂടി ആദ്യ ബന്ധമുണ്ടാവുകയാണ്. പിന്നീട് ഓരോരുത്തരും ജനിക്കും തോറും ബന്ധങ്ങൾ അങ്ങനെ കൂടിക്കൂടി വരുന്നു. സി എന്ന കുട്ടി വളർന്നു വലുതായി അവൻ വിവാഹിതനായി കഴിഞ്ഞ് അവന്റെ കുഞ്ഞു പിറക്കുമ്പോൾ അവന്റെ ഉമ്മക്ക് ആദ്യമുണ്ടായ മക്കളുമായുള്ള ബന്ധമുണ്ടാകുന്നു. അങ്ങനെ മരണം വരെ ഈ ബന്ധങ്ങൾ അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേന്ദ്ര ബിന്ദു ആദ്യത്തെ എയും ബിയും ഉണ്ടല്ലോ, ആദ്യത്തെ ഉപ്പയും ഉമ്മയും, അവരെ നമ്മൾ കേന്ദ്ര ബിന്ദുവാക്കിയാൽ ആ കേന്ദ്ര ബിന്ദുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വ്യൂഹത്തെ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൽ ആരാണ് ആ കേന്ദ്ര ബിന്ദുവിനോട് കൂടുതൽ യോജിച്ചിരിക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടുണ്ട്. ഈ സംരക്ഷണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സംരക്ഷണ ബോധമാണ്, അല്ലെങ്കിൽ ഈ അലാഖാത്താണ്, ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഇവിടേക്ക് എത്തിച്ചു വെച്ചിട്ടുള്ളത്. മാത്രമല്ല രണ്ടാമത്തെ ഒരു കാര്യം, മനുഷ്യന് ഏറ്റവും അധികം ഉപകാരം ആരെ കൊണ്ടാണോ ലഭിക്കുന്നത് അതും അല്ലാഹു തആല പരിഗണിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ആബാവുക്കും വല അബ്നാവുക്കും അയ്യും അഖ്റബു നഫ്അ, നിങ്ങളുടെ പിതാക്കളാണോ മക്കളാണോ ഉപകാരം കൊണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തവർ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അതായത് അല്ലാഹു തആല ഓരോ തോത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ തോത് അല്ലാഹു നിശ്ചയിച്ചത്? നമുക്ക് ആ തോത് കൂട്ടാൻ പറ്റുമോ, കുറക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് അതിന്റെ ആ അനുവാദത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല തന്നെ കാരണം പറഞ്ഞു, ഉപകാരം കൊണ്ട് നിങ്ങളോട് ഏറ്റവും അടുത്തവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ല എന്ന്. അപ്പൊ അല്ലാഹു തആല അത് പരിഗണിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളുമായുള്ള ബന്ധപ്പെട്ട ആളുകളുടെ ജീവിത നിലനിൽപ്പ് പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശത്തിലെ തോത് നിശ്ചയിച്ചിട്ടുള്ളത്. നന്മയുമല്ല, നമുക്ക് തൊഴിലെടുക്കാനും സമ്പാദിക്കാനുമുള്ള ഒരു ത്വര നമുക്കുണ്ടാകുന്നത്, നൈസർഗികമായ ത്വര ഉണ്ടെങ്കിലും അത് നിലനിന്നു പോരുന്നത് നമുക്ക് സന്താനങ്ങളും ഉപ്പയും ഉമ്മയും ആ ബന്ധങ്ങളും ഉള്ളത് കൊണ്ടാണ്. ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരാൾക്ക്, ഒരു ദമ്പതിമാർക്ക് മക്കളില്ലാതെ വിചാരിക്കുക, കുട്ടിക്കാലത്തെ അവരുടെ ഉപ്പയും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മളെന്തിന് കഷ്ടപ്പെടുന്നു, നമ്മൾ ആർക്ക് വേണ്ടി അധ്വാനിക്കണം, ഈ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞുകൂടിയാൽ മതി
എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരാൻ ഇടയുണ്ട്. അതേ അവസരത്തിൽ കുടുംബത്തിൽ 4-5 പെങ്ങന്മാർ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്. മക്കള് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആൺമക്കളുണ്ട്. അപ്പോ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും നമ്മൾ ഈ ചൂടത്തും തണുപ്പിലും വന്ന് അധ്വാനിച്ച് നമ്മുടെ മരണത്തിന് ശേഷമെങ്കിൽ മക്കൾ നന്നാവട്ടെ. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഞാൻ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ല, എന്റെ കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലാണ് വളർന്നത്, എന്റെ മക്കള് കഷ്ടപ്പെടാതെ ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കും. എന്താ ഇത്രയും നാളായിട്ട് എന്താ ഇവിടുന്ന് പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പറയാനുള്ള മറുപടി ഈ നിലക്കുള്ള മറുപടികളാണ്. അപ്പോ ഒന്ന് അലാഖത്തുൽ ഇൻസാൻ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായുള്ള ബന്ധത്തെ അല്ലാഹു തആല പരിഗണിച്ചിട്ടുണ്ട്. ഒന്ന്. 2, ഉപകാരം കൊണ്ട് ആരാണ് ഏറ്റവും അടുത്ത ആളുകൾ എന്നത് അല്ലാഹു തആല പരിഗണിച്ചിട്ടുണ്ട്. 3, മനുഷ്യനെ സമ്പാദിക്കാനുള്ള ത്വര ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനം ഇതാണ് എന്നതും അല്ലാഹു തആല പരിഗണിച്ചിട്ടുണ്ട്. ലിർരിജാലി നസീബും മിമ്മ ഇക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബനാ. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്, സ്ത്രീകൾക്കും അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്. അധ്വാനിക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെ അല്ലാഹു തആല പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര അധ്വാനിച്ചാലും തനിക്ക് മടുപ്പ് തോന്നുകയില്ല. കാരണം ഈ മകളൊക്കെ എന്റെ കുട്ടിക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ, ഒരു മകളുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ആ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ കല്യാണം വളരെ ആർഭാടത്തിലാക്കാനും തന്റെ ധനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ആഭരണമായി ആ കുട്ടിക്ക് കൊടുക്കാനും അയാൾക്ക് യാതൊരു മടിയുമില്ല. എന്റെ കുട്ടി അതുപോലെ തന്നെയാണ് തന്റെ മകന് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കൊടുക്കാൻ എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഒരു മെഡിക്കൽ കോളേജിലോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു സീറ്റ് വാങ്ങി കൊടുക്കുന്നത്. അത് ചെലവഴിക്കാൻ ഒരു മടിയില്ല. കാരണം എന്റെ അല്ലേ, അത് അവനെ പോലെ തന്നെ അയൽവാക്കത്തും മക്കളുണ്ടല്ലോ, അയാൾക്ക് ഒരു ഇതാന്റെ കുട്ടിയെ കൊണ്ട് പഠിപ്പിച്ചോ എന്ന് പറഞ്ഞ ഒരു 10,000 ഉറുപ്പിയുടെ ചെക്ക് കൊടുക്കുവോ? വേണ്ട, 1000 ഉറുപ്പിയ കൊടുക്കുവോ? ഒരു അറബി കോളേജിൽ ഒരു കുട്ടി പോയി ചേർന്ന് പഠിക്കട്ടെ, എന്റെ വകയിട്ട് 1000 ഉറുപ്പിക അവന് സ്റ്റൈപ്പൻഡ് എടുത്ത് കൊടുക്കട്ടെ ഒരു കൊല്ലം. തയ്യാറാവോ? കാരണം അത് അന്യനാണ്. ഇത് എന്റേതാണ്. ഈ എന്റെ എന്ന് പറയുന്ന ഈ ബോധം മനുഷ്യരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നു. ഇത് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കാൻ. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ ജ്യേഷ്ഠാനുജന്മാര്, എന്റെ അമ്മായിമാര്, എന്റെ എളാപ്പമാര്, ഇങ്ങനെയുള്ള ചില ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ട്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കാകുന്നു. അതുകൊണ്ട് സമ്പാദിക്കാൻ അല്ലാഹു തആല മനുഷ്യന് ഒരു ത്വര നൽകിയിരിക്കുന്നു. ഈ അടിസ്ഥാനം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം അനന്തരാവകാശ സ്വത്തിന്റെ വീതത്തിലേക്കും ഇസ്ലാം പരിഗണിച്ചിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കാൻ. ഇനി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വത്ത് വിഭജിക്കുമ്പോൾ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച തോതുകളെ സംബന്ധിച്ച്, അതായത് അതിന് മുമ്പ് ഒരാൾ മരിച്ചു, അതിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ അതിന്റെ രീതി ഇങ്ങനെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മയ്യത്തിന്റെ ധനം കൊണ്ട് ചെയ്യേണ്ടതാ പറയണത്. ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളുടെ, മരണപ്പെട്ടവന്റെ ധനം കൊണ്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? തജ്ഹീസുൽ മയ്യിത്താണ്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഖബർ കുഴിക്കാനുള്ള ചെലവ്, കഫൻ വസ്ത്രം വാങ്ങാനുള്ള ചെലവ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണോ ചെലവുകളെങ്കിൽ ആ ചെലവ് മയ്യത്തിന്റെ ധനത്തിൽ നിന്നെടുക്കണം. സാധാരണ പാരമ്പര്യമായി പണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ പ്രദേശത്ത് ഒക്കെ അത് പെൺമക്കളെ കെട്ടിച്ച മരുമക്കൾ എന്ന് പറയുന്ന ആളുകളാണ് അമ്മോശന്റെ മയ്യത്ത് സംസ്കരണത്തിന്റെ ചെലവ് വഹിക്കേണ്ടത്. അത് നമ്മുടെ അവകാശമാണെന്നാണ്. അത് എല്ലായിടത്തും അങ്ങനെ ആയിക്കോളുന്നില്ല. കാരണം ശറയിലില്ലാത്ത നിയമമാണല്ലോ.
അത് ഓരോ പ്രദേശത്തും ഓരോ രൂപത്തിലായേക്കാം. എന്നാൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള നിയമത്തില് മയ്യത്തിന്റെ സംസ്കരണം, അതിന്റെ ചെലവ് വഹിക്കേണ്ടത് മയ്യത്തിന്റെ ധനത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് അദ്ദേഹം നേർക്കുനേരെ വാങ്ങിയിട്ടുള്ള കടബാധ്യതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മയ്യത്ത് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ ചോദിക്കാറുണ്ട്, ഹൽ അലൈഹി ദൈൻ, അയാൾക്ക് കടം ബാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ സ്നേഹിതനെ നിങ്ങൾ നമസ്കരിച്ചോളി എന്ന് പറയും. അതെന്താ, മറ്റുള്ളവർക്ക് നമസ്കരിക്കും